കേരളത്തിന്റെ അന്നം മുടക്കി കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ കളി. FCI ഗോഡൌണിൽ നിന്ന് നേരിട്ട് ടെൻഡറിൽ പങ്കെടുത്ത് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ സംസ്ഥാനത്തെ അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച് കേന്ദ്രം. കേന്ദ്ര ഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയൽ മന്ത്രി GR അനിലിന് അയച്ച കത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പൊതുവിപണി വിൽപ്പന പദ്ധതി വഴി സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന അരി വാങ്ങുന്നതിൽ നിന്ന് സപ്ലൈകോയെയും കൺസ്യൂമർ ഫെഡിനെയും 2023 നവംബർ മാസം മുതൽ കേന്ദ്രം വിലക്കിയിരുന്നു. കേരളത്തിൽ അരിക്ഷാമമുള്ളതിനാൽ ഈ വിലക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി GR അനിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയലിന് കത്തയച്ചിരുന്നു. ഇതിനുള്ള മറുപടിയിലാണ് വിലക്ക് മാറ്റില്ല എന്ന് വ്യക്തമാക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ OMSS അനുവദിക്കൂവെന്നും കേരളത്തിന് ആവശ്യമായ അരി നൽകുന്നുണ്ടെന്നുമാണ് കേന്ദ്രത്തിന്റെ വാദം. തെരഞ്ഞെടുപ്പ് കാലത്ത് അരി വിലക്കി സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കുകയാണ് കേന്ദ്ര ലക്ഷ്യം. സംസ്ഥാനത്തെ 94 ലക്ഷം റേഷൻ കാർഡുകളിൽ 52.76 ലക്ഷം മുൻഗണനാ കാർഡുകാരാണ്. കേന്ദ്രം ഒരു വർഷം അനുവദിക്കുന്ന 14.25 ലക്ഷം ടൺ റേഷൻ ഭക്ഷ്യധാന്യത്തിൽ 10.26 ലക്ഷം ടണ്ണും 46% വരുന്ന മുൻഗണനാ വിഭാഗത്തിനാണ്. ബാക്കി വരുന്ന 3.99 ലക്ഷം ടൺ 57% വരുന്ന മുൻഗണന ഇതര വിഭാഗത്തിന് തികയുകയുമില്ല. ഉത്സവ സീസണിൽ കൂടുതൽ അരി നൽകുന്നതിനും ഇത് തടസ്സമാണ്. 16.25 ലക്ഷം ടൺ ഭക്ഷ്യധാന്യമാണ് കേരളത്തിന് ലഭിച്ചുകൊണ്ടിരുന്നത്. ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കിയ ശേഷം അത് 14.25 ലക്ഷം ടണ്ണായി കുറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് FCIയിൽ നിന്ന് OMSS വഴി ലേലത്തിൽ പങ്കെടുത്ത് 29 രൂപ നിരക്കിൽ അരി വാങ്ങുകയും 23 രൂപയ്ക്കും 24 രൂപയ്ക്കുമായി സംസ്ഥാനം വിതരണം ചെയ്തിരുന്നതും. തെരഞ്ഞെടുപ്പ് കാലത്ത് അരി മുടക്കി രാഷ്ട്രീയ കളി കൂടിയാണ് കേന്ദ്രം കളിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.